ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വളരെ അപൂർവമായിട്ടുള്ളതും നമ്മുടെ ലൈഫ് ടൈമിനിടയ്ക്ക് നമ്മൾ കാണാൻ വളരെ സാധ്യത കുറവുള്ളതായിട്ടൊരു പൂച്ചെടി, ഒരു പൂവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിച്ചു വെച്ച് നമ്മുടെ വീട്ടിലൊക്കെ വളർത്താൻ വേണ്ടി ഏറെ ആഗ്രഹിച്ചു പോകുന്ന ഒരു പൂച്ചെടിയാണത്. അപ്പോൾ നമ്മുടെ അമ്മൂമ്മമാരും അച്ഛനും അല്ലെങ്കിൽ നമ്മുടെ മുത്തച്ഛന്മാരൊക്കെ ഒരുപാട് പണ്ട് കണ്ടിട്ടുള്ളതും അവർ ഉപയോഗിച്ചതുമായിട്ടുള്ള ഒരു ചെടിയാണ് ശതാവരി. അതെ, നമ്മൾ ശതാവരിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ശതാവരി പൂത്തിരിക്കുകയാണത്. അപ്പോൾ ഈ ഡിസംബറൊക്കെ ആയി കഴിയുമ്പം ശതാവരി നിറയെ പൂക്കാൻ ആരംഭിക്കും. ഇത് കണ്ടില്ലേ, ഒരു കമുങ്ങിലേക്ക് പടർന്നിരിക്കുന്ന ശതാവരി ചുവട്ടിൽ നിന്ന് ഇല കാണാതെ പൂത്തിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇതിൽ ഇല തീരെ ഇല്ല, എന്നിട്ട് പോലും ഇതിൽ നിറയെ പൂത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇനി പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയി നിറയെ കുരുമുളക് പോലെ നിറയെ വിത്തുകൾ വന്ന് നിറയും. അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയും അതിനൊപ്പം തന്നെ നല്ല സുഗന്ധവുമാണ്. ഇതിന് ചുറ്റും തേനീച്ചകളും പൂമ്പാറ്റകളും ഒക്കെ ഒരുപാട് ഇതിനെ ചുറ്റിപ്പറ്റി ഇരിക്കുന്നുണ്ട്. ഇതൊരു അത്ഭുത കാഴ്ച പോലെ കാണും എല്ലാവരും. കാരണം നമുക്ക് നമ്മുടെ ലൈഫ് ടൈമിനിടയ്ക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള പൂച്ചെടികൾ പൂത്തിരിക്കുന്നത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു വള്ളിച്ചെടിയാണ്, കാട്ടുചെടി എന്നൊക്കെ വേണം വിളിക്കാൻ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു. പലപ്പോഴായിട്ട് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടി കൂടിയാണ് ശതാവരി. ഇതിൻ്റെ കിഴങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ചെടി വ്യാപകമായിട്ട് നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങിന് പല ഔഷധ ഗുണം ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. പലരും ഇത് അച്ചാറുണ്ടാക്കാനൊക്കെ ഇതിൻ്റെ കിഴങ്ങ് മാന്തിയെടുക്കാറുണ്ട്. അതുകൂടാതെ പലരും ഇത് ഒരു അലങ്കാര ചെടിയായിട്ട് കൂടി വളർത്തുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ കേരളത്തിൽ ശതാവരി ചെടി വളരെ അപൂർവം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ്. നിങ്ങളിൽ പലരും ഇതിൻ്റെ ചെടി കണ്ടിട്ടുണ്ടായിരിക്കും. കട്ടർ ഉപയോഗിച്ച് നമ്മുടെ നഖം മുറിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇലകളോട് കൂടിയ ഒരു ചെടിയാണിത്. ചെറിയ മുള്ളുകളുണ്ട് ഈ വള്ളിയിൽ. അപ്പം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ ആകർഷണം തോന്നുന്ന രീതിയിലുള്ളൊരു വള്ളിയൊന്നും അല്ല. എന്നാൽ ഇത് നന്നായിട്ട് പൂത്ത് കഴിഞ്ഞാൽ ഇതുപോലെ വളരെ മനോഹരമായി പഞ്ഞിക്കെട്ടുകൾ പോലെ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഈ ഒരു ചെടി നമുക്ക് പൂവിട്ടിരിക്കുന്ന സമയത്ത് കണ്ടാൽ തീർച്ചയായിട്ടും വാങ്ങിച്ചു വെക്കാനൊക്കെ തോന്നും. അപ്പോൾ നിങ്ങളിത് വാങ്ങിക്കാൻ വേണ്ടി നഴ്സറിയിലേക്ക് ഒന്നും ഓടേണ്ട ആവശ്യമില്ല. കാരണം ഇത് നഴ്സറികളിലൊന്നും അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളൊരു ചെടിയല്ല ശതാവരി. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ഈ ദൃശ്യം കണ്ടപ്പോൾ നിങ്ങളെ കൂടി കാണിക്കണമെന്ന് തോന്നി. അങ്ങനെ ഈ വീഡിയോ ആയിട്ട് വന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചെടി വേറെ എവിടെയെങ്കിലും ഇതുപോലെ പൂത്തതായിട്ട് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോ നമുക്ക് മനോഹരമായ മറ്റൊരു വിശേഷവുമായിട്ട് കാണാം.